ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി, സർവഭാഗ്യത്തിനായി മഹാസുദർശനം, അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി, മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി, ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും. പൂജകൾക്കായും സമീപിക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. നവരാത്രി ദിനങ്ങൾക്ക് തുടക്കമായി ദുർഗാദേവിയുടെയും കാളീദേവിയുടെയും സരസ്വതീ ദേവിയുടെയും മഹാലക്ഷ്മി ദേവിയുടെയും സരസ്വതീ ദേവിയുടെയും അനുഗ്രഹത്തിന് പാത്രീഭൂതമാകുന്ന ദിനങ്ങൾ. നവരാത്രി ദിനത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന 3 യോഗങ്ങളിൽ ഗജകേസരി യോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ശുക്ലയോഗം, സർവാർത്ഥ സിദ്ധിയോഗം, ഗജകേസരി യോഗം എന്നിങ്ങനെ പ്രസിദ്ധമായിരിക്കുന്ന 3 യോഗങ്ങളാണ് നവരാത്രി ആദ്യ ദിനത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്നത്. ഈ ദിനത്തിൽ അറിഞ്ഞും അറിയേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ അറിയിക്കുകയാണ്. നവരാത്രി ആദ്യ ദിനത്തിൽ ആരംഭിക്കുന്ന ഗജകേസരി യോഗം 5 രാശിക്കാർക്ക് അളവറ്റ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്ന കാര്യമാണ് പറയാനുള്ളത്. ശുക്ലയോഗം, സർവാർത്ഥ സിദ്ധിയോഗം, ഗജകേസരി യോഗം എന്നിവയാണ് വന്നു ചേരുന്ന മഹത്തായ യോഗങ്ങൾ. നവരാത്രി ദിനത്തിൽ നമ്മുടെ ഭാഗ്യം ഇരട്ടിയാക്കുന്ന പല മാറ്റങ്ങളും സംഭവിക്കുന്നു. അതിന് കാരണമാകുന്നത് പലപ്പോഴും യോഗങ്ങളിൽ ഗജകേസരി യോഗം തന്നെയാണ്. ഇത്തരത്തിലൊരു ശുഭയോഗം രൂപം കൊള്ളുന്നത് ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. 5 രാശിക്കാർക്കാണ് ഗജകേസരി യോഗം അതിൻ്റെ ഗുണഫലങ്ങളെ നൽകുന്നത്. അതിൽ ആദ്യത്തേത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടം രാശി. മേടം രാശിക്കാർക്ക് നവരാത്രി ദിനത്തിൽ രൂപം കൊള്ളുന്ന ഗജകേസരി യോഗം അനുകൂലമായ പല മാറ്റങ്ങളും നൽകുന്നു. ഏത് മേഖലകളിലേക്ക് മേടം രാശിക്കാർ ഇറങ്ങിത്തിരിച്ചാലും ആ മേഖലകളിലെല്ലാം തന്നെ വലിയ വിജയം അനിവാര്യമായി വരും. അതുപോലെ തന്നെ നവരാത്രി ദിനത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഗജകേസരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ നേട്ടങ്ങൾ ഈ രാശിക്കാരെ തേടിയെത്തും. സാമ്പത്തിക കാര്യങ്ങളിൽ ഗുണമായിരിക്കുന്ന അനുഭവങ്ങൾ ഇരട്ടിയാകും. ഇന്നലെ വരെ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഈ രാശിക്കാർ വളരെ വലിയ നിലവാരത്തിലേക്ക് ഉയർന്നുയർന്നു പോകും. സമ്പത്തിൻ്റെ കാര്യത്തിൽ ചിലവുകൾ നിയന്ത്രിക്കുന്നതിനും സാമ്പത്തിക നേട്ടം തേടി എത്തുന്നതിനും യോഗമുള്ള നക്ഷത്ര കൂട്ടമാണ് മേടം രാശി. തീർച്ചയായിട്ടും മേടം രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക കാൽ നക്ഷത്രങ്ങൾക്ക് വലിയ ഭാഗ്യം തന്നെയാണ് നവരാത്രി ദിനത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഗജകേസരി യോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. വരുമാനത്തിൻ്റെ കാര്യത്തിലും ഗുണമായിരിക്കുന്ന അനുഭവങ്ങൾ നന്നായി വർദ്ധിക്കുന്നത് തിരിച്ചറിയാൻ കഴിയും. വസ്ത്രങ്ങളും സ്വർണവും സമ്മാനമായി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ നേട്ടങ്ങൾ തേടിയെത്തും. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വലിയ ലാഭത്തിലേക്ക് ബിസിനസ്സുകൾ എത്തിച്ചേരുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത്രത്തോളം അനുഭവവേദ്യമാകുന്ന തരത്തിലാണ് ഗജകേസരി യോഗം ഈ രാശിക്കാരെ അനുഗ്രഹിക്കുന്നത്. നവരാത്രി ദിനത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ശുക്ലയോഗം, സർവാർത്ഥ സിദ്ധിയോഗം, ഗജകേസരി യോഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കർക്കിടകം രാശിക്കാർക്ക് അതിഗംഭീരമായിരിക്കുന്ന ഒരു ജീവിത തലത്തിലേക്ക് ഉയരാനുള്ള ഭാഗ്യം എത്തുകയാണ്. പുണർദം, കാൽ, പൂയം, ആയില്യം ചേർന്ന കർക്കിടകം രാശിക്കാർക്ക് നവരാത്രി ദിനത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഗജകേസരി യോഗം
അവരെ ചേർത്തു നിർത്തി അനുഗ്രഹം നൽകുന്ന അവസ്ഥയിലാണ്. കർക്കിടകം രാശിക്കാർക്ക് നവരാത്രിയുടെ ആദ്യ ദിനത്തിൽ ശൈലപുത്രി ദേവിയുടെ അനുഗ്രഹം തേടിയെത്തും. ശൈലപുത്രി എന്ന് പറയുന്നത് ശ്രീ പാർവതീ ദേവിയാണ്. പാർവതീ ദേവിയുടെ അനുഗ്രഹം തേടിയെത്തുക എന്ന് പറഞ്ഞാൽ ലോകമാതാവ് അനുഗ്രഹിക്കുക എന്ന. ലോകമാതാവിൻ്റെ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ പിന്നെ എന്തു വേണം? ഏറ്റവും ഉയരങ്ങളിൽ എത്തിച്ചേരാൻ അത് മാത്രം മതിയാകും. കർക്കിടകം രാശിക്കാർക്ക് അങ്ങനെ ഒരു ഭാഗ്യമാണ് നവരാത്രിയുടെ ആദ്യ ദിനത്തിൽ വന്നു ചേരുന്നത്. വിചാരിക്കുന്നതെന്തും നിമിഷ നേരങ്ങൾക്കുള്ളിൽ നടക്കുക എന്നുള്ളതാണ് അതിൻ്റേതായ പ്രത്യേക ഭാഗ്യം. ദേവിയെ മനസ്സിൽ കരുതി, പാർവതീ ദേവിയെ മനസ്സിൽ കരുതി എന്തിനിറങ്ങി തിരിച്ചാലും തീർച്ചയായിട്ടും അത് വലിയ വിജയത്തോടുകൂടി നടക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. കരിയറിലും ജോലിക്കാര്യത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ട് ഈ രാശിക്കാർ അവരുടെ സ്വഭാവത്തിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കും. സാത്വികമായിരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറും. അതുപോലെ തന്നെ യുവതീ യുവാക്കൾക്ക് ജോലിക്കാര്യത്തിൽ തികച്ചും ഒരു തീരുമാനമാകും. PSC പോലെയുള്ള ജോലികളിൽ അവർക്ക് ബന്ധപ്പെടുവാൻ കഴിയും, അല്ലെങ്കിൽ ലിസ്റ്റിൽ തന്നെ സ്ഥാനം പിടിക്കുവാൻ കഴിയും. ചിലപ്പോൾ സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അത് എല്ലാ ബാധ്യതകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്നു ചേരുന്ന സാമ്പത്തികമായിട്ടുള്ള മികച്ച നേട്ടങ്ങൾ, അതുകൊണ്ട് തന്നെ എല്ലാ ബാധ്യതകൾക്കും ഒരു പരിഹാരം കാണുന്നതിന് സഹായമുണ്ടാകും. അതുപോലെ തന്നെ ഓണം ബെമ്പർ പോലെയുള്ള ഭാഗ്യക്കുറികളൊക്കെ എടുത്തുകൊള്ളൂ. ചിലപ്പോൾ ഭാഗ്യം അനുഗ്രഹിക്കുന്നത് നിങ്ങളെ ആയിരിക്കും. വളരെ ഗംഭീരമായ തരത്തിൽ സമ്പത്ത് കൊണ്ട് ഉയർന്നു പോകുവാനുള്ള ഭാഗ്യം കർക്കിടകം രാശിയിൽ കാണുന്നുണ്ട്. നവരാത്രി ദിനത്തോട് അനുബന്ധിച്ച് വന്നു ചേർന്നിരിക്കുന്ന ഗജകേസരി യോഗം തീർച്ചയായിട്ടും വളരെ നല്ല തരത്തിൽ തന്നെയാണ് കർക്കിടകം രാശിക്കാർക്ക് അനുഗ്രഹം നൽകുന്നത്. ശുഭവാർത്തകൾ കേൾക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ശുഭവാർത്തകൾ എന്ന് പറഞ്ഞാൽ വീടുമായി ബന്ധപ്പെട്ട് പുതിയ വീട് വയ്ക്കാനുള്ള ഒരു ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ അത് നടക്കുന്നതിനായിട്ടുള്ള സാധ്യത, പുതിയ വാഹനങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത, വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം, തൊഴിൽ തേടി വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് അതിനുള്ള വഴി തുറന്നിരിക്കുന്ന വാർത്ത, വൈവാഹികമായിരിക്കുന്ന കാര്യങ്ങളിൽ തടസ്സം നിന്നിരിക്കുന്ന അവസരത്തിൽ ആ തടസ്സം ഒഴിഞ്ഞ് വിവാഹത്തിലേക്ക് കലാശിക്കുന്ന വാർത്ത തുടങ്ങി ധാരാളം ശുഭവാർത്തകൾ കർക്കിടകം രാശിക്കാർക്ക് കേൾക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഉദ്യോഗസ്ഥർക്കും സഹപ്രവർത്തകർക്കും മികച്ച മാറ്റങ്ങളുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ മാറ്റങ്ങളുണ്ടാകും. ഐശ്വര്യപൂർണമായ തരത്തിൽ വിദ്യാഭ്യാസത്തെ ഉയർത്തിക്കൊണ്ടു പോകുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും. ഊർജ്ജസ്വലരായി വിദ്യാർത്ഥികൾ മാറും. കർക്കിടകം രാശിയിൽ ജനിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് പോലെയുള്ള ധാരാളം പ്രശംസകളും പ്രശസ്തി പത്രങ്ങളും ലഭിക്കുവാനുള്ള ചാൻസ് വളരെയേറെയുണ്ട്. തീർച്ചയായിട്ടും കർക്കിടകം രാശി നല്ല അനുഗ്രഹപരമായിരിക്കുന്ന ഉയർച്ചയിലേക്കാണ് ഗജകേസരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരാൻ പോകുന്നത്. നവരാത്രി ദിനത്തിൽ രൂപം കൊള്ളുന്ന ഗജകേസരി യോഗത്തിൽ അടുത്തതായി ഭാഗ്യം സിദ്ധിക്കുന്നത് തുലാം രാശിയാണ്. ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി. തുലാം രാശിക്കാർക്ക് നവരാത്രി ദിനത്തിൽ മംഗളകരമായ മാറ്റങ്ങളാണ് അവരെ തേടിയെത്തുന്നത്. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ വളരെ ഗുണമായിരിക്കുന്ന തരത്തിൽ വന്നു ചേരുന്നു. എന്ത് തീരുമാനങ്ങൾ എടുക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങിയാൽ അത് വിജയകരമായ തലത്തിൽ എത്തിച്ചേരുന്നത് നമുക്ക് ദർശിക്കുവാനാകും. പല കാര്യത്തിലും പിന്തുണ തേടിയെത്തും. മറ്റുള്ളവർ പല കാര്യത്തിലും നിങ്ങളുടെ സഹായം തേടിയെത്തും എന്നർത്ഥം. രാഷ്ട്രീയ സംബന്ധമായി പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പുതിയ വാഹനയോഗം കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അതുവഴി വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ എല്ലാ കാര്യത്തിലും ലഭിക്കും. ആരോഗ്യം വളരെ മികച്ചതായിരിക്കും. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഊർജ്ജസ്വലമായ തരത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. യുവതീ യുവാക്കൾക്ക് തൊഴിൽ സാധ്യത ഏറെയാണ്.
വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അത് നടക്കുക തന്നെ ചെയ്യും. കാരണം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാലക്ഷ്മി ദേവിയുടെയും കുബേര രാജാവിൻ്റെയും അനുഗ്രഹ സിദ്ധികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഓണം ബമ്പർ ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ ധാരാളം സമ്പത്ത് നേടിത്തരുന്ന ഏത് വഴിയിലേക്ക് നമ്മൾ പ്രവേശിച്ചാലും അത് വിജയകരമായി മാറുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും വലിയ വലിയ മാറ്റങ്ങളാണ് തുലാം രാശിക്കാരെ തേടിയെത്തുന്നത്. അടുത്തത് നവരാത്രി ദിനത്തിൽ രൂപം കൊള്ളുന്ന ഗജകേസരി യോഗത്തിൻ്റെ ഫലമായി അനുഗ്രഹം സിദ്ധിക്കുന്നതായിട്ടുള്ളത് വൃശ്ചികം രാശിക്കാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികം രാശിക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും മികച്ച ഫലങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. വിചാരിച്ചിരിക്കാത്ത തരത്തിൽ തന്നെ ധാരാളം സമ്പത്തും അതുപോലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും വന്നു ചേരാനുള്ള ഭാഗ്യമാണ് വൃശ്ചികം രാശിക്കാർക്ക് നവരാത്രി ദിനത്തിൽ രൂപം കൊള്ളുന്ന ഗജകേസരി യോഗം നൽകുന്നത്. പലപ്പോഴും പൂർത്തിയാകാത്ത ജോലികൾക്കെല്ലാം തന്നെ പൂർത്തിയാകുന്നതിനുള്ള അവസരം അവരെ തേടിയെത്തുക തന്നെ ചെയ്യും. ആരോഗ്യ കാര്യത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് വളരെ വളരെ അനുകൂലമായ സമയമാണ്. രോഗദുരിതങ്ങളിൽപ്പെട്ട് കണ്ണുനീർ നിറഞ്ഞിരിക്കുന്നവർക്ക് അതിൽ നിന്ന് വലിയ ഒരു മാറ്റം തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ എല്ലാ കാര്യത്തിലും വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. തീർച്ചയായും വീടറിഞ്ഞ് വീട്ടുകാരറിഞ്ഞ് എല്ലാ വിധത്തിലുള്ള പിന്തുണയും നൽകി ജീവിക്കുന്നതിനുള്ള വഴി തുറന്നു കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. സിദ്ധിദാത്രിയുടെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. സിദ്ധിദാത്രി എന്ന് പറഞ്ഞാൽ ഗണേശ ഭഗവാന്റെ ഭാര്യമാരിലൊന്നാണ് സിദ്ധി. അപ്പോൾ ആ സിദ്ധി അനുഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ തടസ്സങ്ങളെല്ലാം മാറുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തടസ്സങ്ങളെല്ലാം മാറി വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുവാൻ കഴിയുന്ന സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകം പറയേണ്ടുന്നത്. നവരാത്രി ദിനത്തിൽ രൂപം കൊണ്ട ഗജകേസരി യോഗം തീർച്ചയായിട്ടും വൃശ്ചികം രാശിക്കാരിലെ വിദ്യാർത്ഥികൾക്ക് പഠനപരമായ ഒട്ടനവധി പുരോഗതികൾ കൊണ്ടുവരും. സാങ്കേതിക പഠനങ്ങളിലൂടെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഒക്കെ വിജയം കണ്ടെത്തി വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് അവസരം ഉറപ്പായും ലഭിക്കും. വിദേശ രാജ്യത്തിലേക്ക് തൊഴിലിനായി പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് നടക്കുന്ന സമയമാണ്. യുവാക്കൾക്ക് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും പാസ്സാകാനുള്ള ഭാഗ്യം കാണുന്നു. ജീവിതത്തിൽ സന്തോഷകരമായ പല സാഹചര്യങ്ങളും നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. നവരാത്രി ദിനത്തോടനുബന്ധിച്ച് വന്നു ചേർന്നിരിക്കുന്ന ഗജകേസരി യോഗം അടുത്തതായി അനുഗ്രഹിക്കുന്നത് മീനം രാശിയെയാണ്. ഉരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശിക്കാർക്ക് കരിയറിലും ബിസിനസ്സിലും ഏറ്റവും മികച്ച സമയമാണ് ഗജകേസരി യോഗം അനുഗ്രഹിച്ച് നൽകുന്നത്. അതുമാത്രമല്ല, ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇവർ എന്തുകൊണ്ടും മികച്ച നിൽക്കുന്ന സമയമാണ്. ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ എടുത്തുകൊള്ളൂ. വിദേശ ലോട്ടറികളൊക്കെ എടുക്കുകയാണെങ്കിൽ അതും ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സാധ്യതയേറെയുണ്ട്. ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ തേടിയെത്തുക തന്നെ ചെയ്യും. മതപരമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. നവരാത്രി ദിനത്തോടനുബന്ധിച്ച് വന്നു ചേർന്നിരിക്കുന്ന ഗജകേസരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മീനം രാശിക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമായി മാറുന്നു. അവർ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് അതിൻ്റെ വർധനവുണ്ടാകുന്നു. അതുപോലെ തന്നെ ജോലിയിൽ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നു. മീനം രാശിക്കാരായിരിക്കുന്ന യുവാക്കൾക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ജോലിക്ക് ചേരാനുള്ള ഭാഗ്യം കാണുന്നു. വിദേശ അവസരങ്ങൾ ധാരാളം വന്നു ചേരുക തന്നെ ചെയ്യും. ദുർഗാദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്നുണ്ട് മീനം രാശിക്കാർക്ക്. ദുർഗാദേവിയുടെ അനുഗ്രഹം ലഭിക്കുക എന്നാൽ മറ്റെല്ലാ ദേവതമാരുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായും ഏറ്റവും ഉയരങ്ങളിൽ എത്തിച്ചേരാൻ മീനം രാശിക്കാർക്ക് കഴിയും എന്നുള്ളത് പൂർണ്ണവിധിയാണ്. നവരാത്രി ദിനത്തോടനുബന്ധിച്ച് വന്നു ചേർന്നിരിക്കുന്ന യോഗങ്ങൾ ഈ 5 രാശിക്കാരെ അനുഗ്രഹിച്ച് ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന സാമ്പത്തിക നിലവാരത്തിൽ
ജീവിതത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക നിലവാരത്തിലെത്തിക്കും. സാമ്പത്തിക നിലവാരത്തോടൊപ്പം പൂർണ്ണ ഭാഗ്യം ഇവർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. സംഗീതോത്സവങ്ങൾ, നവരാത്രി പൂജകൾ, പുസ്തക പൂജ, വിദ്യാരംഭം അടക്കമുള്ള വിപുലമായ കർമ്മങ്ങളോടുകൂടി നടത്തപ്പെടുന്ന നവരാത്രി ദിനങ്ങളാണിപ്പോൾ. ശക്തി സ്വരൂപിണിയായ ദേവിയുടെ വിവിധ ഭാവങ്ങളെ ആരാധിച്ചും വിദ്യയും കലയും ഉപാസിച്ചും ബൊമ്മക്കൊല്ലു അഥവാ പ്രതിമകൾ ഒരുക്കി പൂജിച്ചും ആഘോഷിക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത്തവണ 9 ദിനങ്ങളിലല്ല, 11 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ. അതിന് കാരണമുണ്ട്. അസ്തമയ സമയത്ത് അഷ്ടമി തിഥി വരുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ പൂജ വയ്പ്. സെപ്റ്റംബർ 29-നാണ് പൂജ വയ്ക്കേണ്ടത്. ദശമി തിഥി ഉദയം മുതൽ 6 നാഴിക നേരമെങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പും വിദ്യാരംഭവും അനുഷ്ഠാനപരമായി ആചരിക്കും. ഇതിനിടയിൽ 2 ദിവസങ്ങളിലായി നവമി തിഥി വരുന്നതിനാലാണ് ഇത്തവണ പൂജവയ്പ് 4 ദിവസവും മൊത്തം നവരാത്രി ദിനങ്ങൾക്ക് 11 ദിവസവുമായി മാറുന്നത്. ഒക്ടോബർ 2-നാണ് വിദ്യാരംഭം. ജ്യോതിഷപരമായി പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ഈ 5 രാശിക്കാർക്കും ഉണ്ടാകട്ടെ. വിദ്യാരംഭം കുറിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ പഠനപരമായ പുരോഗതി ആഗ്രഹിക്കുന്ന, സംഗീതപരമായ പുരോഗതി കലാപരമായി സംഗീതപരമായി പുരോഗതി ആഗ്രഹിക്കുന്ന ആളുകൾക്കും, കലാപരമായ പുരോഗതി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, സാഹിത്യത്തിലും സംഗീതത്തിലും എഴുത്തിലും അറിവിലുമെല്ലാം നല്ല ഉയർച്ച എല്ലാ നക്ഷത്രക്കാരിലും ഉണ്ടാകട്ടെ. സുദർശന TV ചാനലിൻ്റെ നവമി ദിനാശംസകൾ ഏവർക്കും. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.